കഴിഞ്ഞ 25 ദിവസക്കാലമായി കേരളത്തിൽ ഏറ്റവും അടിസ്ഥാന വിഭാഗമായ ആശാ വർക്കർമാരുടെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അടിസ്ഥാനപരമായ പ്രശ്നമെന്ന് പറയുന്നത് പ്രതിദിനം 232 രൂപ മാത്രമാണ് അവർക്ക് ഓണറേറിയമായി ലഭിക്കുന്നത്. അതുതന്നെ സംസ്ഥാന സർക്കാർ 3 മാസക്കാലം കുടിശ്ശിക വരുത്തിയതുമായി ബന്ധപ്പെട്ടാണ് അവർക്ക് സമരത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നതെന്നുള്ള വിഷയമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയ്ക്കകത്ത് ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനുള്ളൊരവസരം എനിക്കുണ്ടായപ്പോൾ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് ഞാൻ SUCIയുടെ നാവായി മാറുന്നു എന്നാണ്. അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് പ്രയാസവും തോന്നുന്നില്ല. കാരണം കേരളയിലെതിരായിട്ട് സംസാരിച്ചപ്പോൾ അവരുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് എനിക്ക് തീവ്രവാദിയുടെ ശബ്ദമാണെന്നാണ്. ഇപ്പോൾ SUCI എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചാപ്പ് കുത്തിയാൽ നമ്മുടെ അതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ലല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, കഴിഞ്ഞ 2-3 ദിവസക്കാലമായി ഇന്നലെ ഫേസ്ബുക്കിലൂടെയാണ് കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. എനിക്ക് മനസ്സിലാകാത്തത് എന്താണ് കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ഇവിടെ കിടന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് അവരുടെ ശ്രമം എന്താണ്? അത് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പം നമ്മുടെ വാദം എന്താണ്? ഒന്ന്, 700 രൂപ മാത്രമാണ് പ്രതിദിനം ഇവർക്ക് 232 രൂപ മാത്രമാണ് ഇവർക്ക് പ്രതിദിനം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 7000 രൂപ മാത്രമാണ് ഒരു മാസം കിട്ടുന്നത്. അതിൽ നിന്ന് വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാനപരമായ ഡിമാൻഡ്. ആ ഡിമാൻഡിലേക്കുള്ള പ്രചോദനം എന്താണ്? ആരാണ് 700 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞത്? LDFിൻ്റെ പ്രകടന പത്രികയിൽ 2021 ആണ്ടിൽ ഈ ശ്രീമതി വീണ ജോർജ് അടക്കമുള്ള ആളുകൾക്ക് വിജയിക്കുവാൻ വേണ്ടി ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ച LDFിൻ്റെ പ്രകടന പത്രികയാണ് 700 രൂപ ഈ ആശാ വർക്കർമാരടക്കമുള്ള സ്കീം വർക്കേഴ്സിന് കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചത്. അതിനുവേണ്ടി സമരം ചെയ്യുന്ന ആളുകളെ അധിക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പശ്ചാത്തലം വേറെ. നമ്മൾ സിക്കിമിൻ്റെ കാര്യം പറയാനുള്ള കാരണം എന്താണ്? ശ്രീമതി വീണ ജോർജും അതുപോലെ തന്നെ ഇടതുപക്ഷ മുന്നണിയിൽ നിൽക്കുന്ന മന്ത്രിമാരും അവരുടെ നേതാക്കന്മാരുമൊക്കെ പറയുന്നത് ഇന്ത്യയിൽ തന്നെ ആശാ വർക്കർമാർക്ക് ഏറ്റവും അധികം വേതനം കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. അപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത്, അപ്പോൾ സിക്കിമോ? അപ്പോൾ സിക്കിമിൽ 10,000 രൂപ ആക്കി എന്നുള്ളത് ഇന്ത്യൻ പാർലമെന്റിൽ, നമ്മൾ അന്തരീക്ഷത്തിൽ നിന്ന് കൊണ്ടുവന്ന എന്തെങ്കിലും തെളിവല്ല. ഇന്ത്യൻ പാർലമെന്റിൽ ബഹുമാനനായ ലോക്സഭാംഗം ശ്രീ ഡീൻ കുര്യാക്കോസ് ചോദിച്ച ചോദ്യത്തിന് ഇന്ത്യയുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി കൊടുത്തിരിക്കുന്ന മറുപടിയിലാണ് ഓരോ സംസ്ഥാനങ്ങളുടെ ഓരോ പ്രതിമാസം കൊടുക്കുന്ന വേതനം വെച്ച് നോക്കുമ്പോൾ സിക്കിമിന് 10,000 രൂപയാണെന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന്. 2, സിക്കിം സർക്കാർ തന്നെ പുറത്തിറക്കിയിരിക്കുന്ന ഒരു ഉത്തരവ് 1/10/2022 ഇറക്കിയിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്. ആശാ വർക്കർമാരുടെ വേതനം 6,000 നിന്ന് 10,000 ആക്കി വർദ്ധിപ്പിച്ചു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഉത്തരവും പാർലമെന്റിൽ വെച്ചിരിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടിയുമാണ് നമ്മൾ ഈ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ആ വിഷയത്തിൽ മാത്രമായിട്ട് കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ഇങ്ങനെ കിടന്ന് ചുറ്റിക്കിറങ്ങുന്ന എന്തിനാ നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ആ വിഷയത്തിനകത്ത് മാത്രം പ്ലേസ് ചെയ്തിരിക്കുന്ന ഈ 2 തെളിവുകളാണ്. അപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് അവർക്ക് സിക്കിമിൽ നിന്ന് കിട്ടിയ വിവരം അങ്ങനെയല്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം മനോരമയിൽ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി മനോരമയ്ക്കെതിരെ പോസ്റ്റ് ഇട്ടിരുന്നു. ഇന്ന് മനോരമയിൽ തന്നെ കൊടുത്തിരിക്കുന്ന വാർത്ത, ഡോക്ടർ നമിത എച്ച് സുബ്ബ, അവർ സിക്കിമിലെ സമഗ്ര പ്രാഥമിക ആരോഗ്യ സംരക്ഷണ പദ്ധതിയുടെ പ്രോഗ്രാം ഓഫീസറാണ്. അവർ മനോരമയോട് പറഞ്ഞിരിക്കുന്ന വിവരം, കേരളത്തിലെ വിവാദം എന്താണെന്ന് അറിയില്ല, സംസ്ഥാനത്തിന്റെ പണം ഉപയോഗിച്ച് 10,000 രൂപ ആശാ വർക്കർമാർക്ക് കൊടുക്കുന്നുണ്ട് എന്ന് മനോരമ ഇന്ന് റിപ്പോർട്ട് ചെയ്തു. അപ്പം സിക്കിമിലെ പ്രോഗ്രാം ഓഫീസറിനെ കോട്ട് ചെയ്തുകൊണ്ട് മനോരമയുടെ ലേഖനം, ഇനി പോട്ടെ, മനോരമ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് അത്രയ്ക്ക് കൊണ്ട് പിടിക്കുന്നില്ലല്ലോ. മുൻകാല മാധ്യമ പ്രവർത്തകയാണെന്നുള്ള കാര്യമൊക്കെ അവർ മറന്നുപോയി. പോകട്ടെ, ഇനി മാധ്യമങ്ങളെ മാറ്റി നിർത്ത്. സിക്കിം സർക്കാരിൻ്റെതായി വന്നിരിക്കുന്ന ഉത്തരവ് 1, ഇന്ത്യൻ പാർലമെന്റിൽ വന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ മറുപടിയായിട്ടുള്ളത് 2. ഇനി ആരോഗ്യവകുപ്പ് മന്ത്രി കിട്ടിയിരിക്കുന്ന വിശദാംശം എടുത്തതാണ്, അതൊന്നും പുറത്തുവിടണ്ടേ? ഇനി അവിടുത്തെ ദേശാഭിമാനിക്കാർ കൊടുത്തിരിക്കുന്ന വിവരമാണോ 6,000 രൂപ വീതമാണ് മാസം എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് അവിടുത്തെ ദേശാഭിമാനിയാണോ ശ്രീമതി വീണ ജോർജിനെ വിളിച്ചറിയിച്ചത്? അപ്പോൾ എന്താണ് അതിൻ്റെ തെളിവ്? ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. 2, എന്തിനാണ് ഈ സിക്കിമിൽ തന്നെ മന്ത്രി ഇത് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്? നമ്മുടെ ആവശ്യം എന്താണ്? LDFിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന 700 നിങ്ങളാക്കി കൊടുക്കുമോ? 232 സഫീഷ്യൻ്റ് ആണെങ്കിൽ ഞാൻ ശ്രീമതി വീണ ജോർജിനെ വെല്ലുവിളിക്കുകയാണ്. ഇപ്പോൾ പാട്ടവിറക്കികൾ എന്നൊക്കെയാണല്ലോ ഈ സമരക്കാരെയൊക്കെ വിളിക്കുന്നത്. ആ സമരക്കാരോടൊപ്പം ഞാനും ബക്കറ്റ് പിരിവ് നടത്തി ഒരു 232 രൂപ ശ്രീമതി വീണ ജോർജിന് കൊടുക്കുക. 232 രൂപ സമരസമിതിക്ക് വേണ്ടിയും ഞങ്ങളെല്ലാവരും കൂടെ ബക്കറ്റ് പിരിവ് നടത്തി കൊടുക്കാം. ആ 232 രൂപ കൊണ്ട് ശ്രീമതി വീണ ജോർജ് ഒരു മാസം ഒന്ന് ജീവിച്ച് കാണിക്കാം 7,000 രൂപ കൊണ്ട്.
ശ്രീമതി വീണ ജോർജിന് ജീവിക്കാൻ കഴിയുമോ? 7,000 രൂപ ഒരു മാസം കൊടുക്കുക. അതായത് ഒരു ദിവസം 232 രൂപ ചെലവാക്കി ശ്രീമതി വീണ ജോർജ് ജീവിച്ച് കാണിക്കണം. ഏത് ഈ മന്ത്രിയുടെ ആനുകൂല്യമൊന്നും പറ്റരുത്. ശ്രീമതി വീണ ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഏതാണ്ട് 3,000 രൂപയാണ് ശമ്പളം. ആനുകൂല്യങ്ങളെ പറ്റി ഞാൻ കിടക്കുന്നില്ല. ഒരു ദിവസം 3,000 രൂപ ശമ്പളം. വാഹനത്തിന് പണച്ചെലവുണ്ടോ? യാത്ര ചെയ്യാൻ പണച്ചെലവുണ്ടോ? ഭക്ഷണത്തിന് പണച്ചെലവുണ്ടോ? മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ചികിത്സയ്ക്ക് പണച്ചെലവുണ്ടോ എന്നാ ചോദിക്കുക. MLA എന്ന നിലയിൽ എനിക്കും കിട്ടുന്നില്ല. കിട്ടുന്നുണ്ട്. ഇത്തരം ആനുകൂല്യങ്ങളൊക്കെ ഒരു നിയമസഭാ സാമാജിക നിലയിൽ എനിക്കും കിട്ടുന്നുണ്ട്. എന്നേക്കാൾ കൂടുതൽ ശ്രീമതി വീണ ജോർജിന് കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് കിട്ടുന്നത് കൊണ്ട് 7,000 രൂപ കൊണ്ട് നമുക്ക് വോട്ട് ചെയ്ത മനുഷ്യന്മാരെല്ലാം ജീവിച്ചോണം എന്ന് കൽപ്പന ഇറക്കുന്നത് അങ്ങേയറ്റം ഫ്യൂഡലിസ്റ്റിക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വിവാദത്തിലൂടെയൊക്കെ ശ്രീമതി വീണ ജോർജ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഒന്ന് വ്യക്തമാക്കണം. 2, അവർക്ക് കിട്ടിയ കണക്ക് പുറത്തു വിടണം. അപ്പം നമുക്കത് വീണ്ടും ചലഞ്ച് ചെയ്യാമല്ലോ. അവർക്ക് 6,000 രൂപ വീതമാണ് സിക്കിം സർക്കാർ കൊടുക്കുന്നതെന്നുള്ള തെളിവ് അവർ പുറത്തു വിട്ടാൽ നമുക്ക് ഇന്ത്യൻ പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ചു ആരോഗ്യവകുപ്പ് മന്ത്രി. ഏത് കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി ഇന്ത്യൻ പാർലമെന്റ് തെറ്റിദ്ധരിപ്പിച്ചു. നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം. ഇനി 2, സിക്കിമിനെ പറ്റി മാത്രം സിക്കിമിനെ പറ്റി ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്, സന്തോഷം. ആന്ധ്രയെ പറ്റി എന്താ മിണ്ടാത്തത്? ആന്ധ്രയിൽ 10,000 ആക്കിയില്ലേ? ഈ അടുത്ത് കേരളത്തിൽ സമാനമായ ഒരു സമരം കർണാടകയിൽ നടന്നപ്പോൾ അവിടുത്തെ കർണാടക സർക്കാർ മുഖ്യമന്ത്രി സമരപ്പന്തലിൽ പോയി 10,000 ആക്കിയില്ലേ? ഇനി ആന്ധ്രയിൽ മെറ്റേണിറ്റി ലീവ്, ശമ്പളത്തോടു കൂടിയ മെറ്റേണിറ്റി ലീവ് ആന്ധ്ര സർക്കാർ അനുവദിച്ചില്ലേ? പശ്ചിമ ബംഗാളിൽ ആശാ വർക്കർമാർ പിരിഞ്ഞു പോകുമ്പോൾ 5 ലക്ഷം ആക്കിയില്ലേ? എന്താ ഇതിനെപ്പറ്റി ഒന്നും കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി മിണ്ടാത്തത്? അപ്പോൾ അതുകൊണ്ട് ഈ സാധു മനുഷ്യർ സമരപ്പന്തലിരിക്കുന്ന അവരെ അധിക്ഷേപിക്കുകയും അവർക്ക് ആനുകൂല്യം കിട്ടാതിരിക്കാനും മാത്രം ഉള്ള ഈ ഫോൾസ് ഈഗോ കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി വിടണം. കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയുടെ ഫോൾസ് ഈഗോയിൽ മാത്രമാണ് ഇന്ന് ഈ സമരം ഒരു മറുപടിയില്ലാതെ, ഉത്തരമില്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നടപ്പിലാക്കാൻ കഴിയാതെ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് മന്ത്രി ദയവ് ചെയ്ത് ഫോൾസ് ഈഗോ വിളിയണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.